Hi guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഹുവായുടെ വാച്ച് GT2 എന്നൊരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഹുവാവേ വാച്ച് GT2e. ഇപ്പോൾ ഇത് ബോക്സിൻ്റെ ബാക്കിൽ മോഡൽ നമ്പറും മോഡൽ നെയിമൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച് ഹുവാവേ വാച്ച് GT2e. നല്ല ഡിസൈനൊക്കെയാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ആണ്, ഫ്രെയിം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പോൾ നല്ല അട്രാക്റ്റീവ് ലുക്കൊക്കെയാണ്, നല്ല ഡിസൈനാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് ബോക്സിലുള്ളത് നോക്കാം. വേറെ എന്തൊക്കെയുള്ളത് നോക്കാം. അപ്പോൾ ഇത് വാറൻറ്റി കാർഡാണ്. 1 കൊല്ലത്തോളം വാറൻറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇത് യൂസർ മാനുവൽ. പിന്നെ ബാർകോഡിൻ്റെ സ്റ്റിക്കറാണുള്ളത്. നമ്മുടെ വാച്ചിൻ്റെ സീരിയൽ നമ്പർ ഉള്ള ബാർകോഡിൻ്റെ സ്റ്റിക്കറാണുള്ളത്. ഇനി അടുത്തതിൽ എന്തൊക്കെയുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ ചാർജറാണ്. ഇത് ചാർജിങ് കേബിളാണ്. ചാർജിങ് കേബിൾ. പിന്നെ നമ്മുടെ ചാർജിങ് കേബിൾ ഇതിലേക്കാണ് കണക്ട് ചെയ്യുക. എന്നിട്ട് ഈ സംഭവം നമ്മുടെ വാച്ചിൻ്റെ ബാക്കിൽ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. എന്നിട്ടാണ് ചാർജ് ചെയ്യിക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ മൊത്തം ഇരുന്ന് കാണുക, ഫുള്ളായി കാണുക. അപ്പോൾ ഈ വാച്ചിൽ നമുക്ക് സിം കാർഡ് ഇടാൻ പറ്റില്ല, പിന്നെ SD കാർഡ് ഇടാൻ പറ്റില്ല. പിന്നെ ഇതിൽ 4 GB ഇൻറ്റേർണൽ മെമ്മറിയാണ് വരുന്നത്. പിന്നെ 16 MB റാമും വരുന്നുണ്ട്. പിന്നെ സ്പീക്കറില്ല, ക്യാമറ ഒന്നും അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഇത് ലോഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ 2020 മാർച്ച് 26-നാണ് ഈ വാച്ച് ലോഞ്ച് ചെയ്തത്. ഓക്കെ, പിന്നെ 2 ഡിസ്പ്ലേ ഫെസിലിറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ AMOLED ആണ്. റെസൊല്യൂഷൻ 454x454 പിക്സലാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഓർ മെറ്റൽ ബാക്കാണ്. ഓക്കെ, പ്ലാസ്റ്റിക്കും മെറ്റലൊക്കെ മിക്സ് ആയിട്ടാണ് ഇതിൽ ബാക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ പിന്നെ ഇവിടെ കണക്ക് കാണാൻ സെൻസേഴ്സും, പിന്നെ ഇവിടെയാണ് ചാർജർ കണക്ട് ചെയ്യുക. നേരത്തെ കാണിച്ച സംഭവം ഇവിടെയാണ് കണക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ കേബിൾ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ സാധാരണ ചാർജ് ചെയ്യണ ചാർജ് ചെയ്യിക്കുകയാണ് ചെയ്യുക. പിന്നെ സ്ട്രാപ്പൊക്കെ ഗുഡ് ക്വാളിറ്റിയാണ്, നല്ല സ്ട്രാപ്പൊക്കെയാണ്. ഓക്കെ, നല്ല മെറ്റീരിയൽസൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ള ഈ വാച്ചിൽ. പിന്നെ 50M വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ ഇന്ത്യയിലെ പ്രൈസ് 11,990 രൂപയാണ്.
അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെ ചാർജർ കണക്ട് ചെയ്യുക, എങ്ങനെ ചാർജ് ചെയ്യിക്കാമെന്നൊക്കെ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ കേബിൾ ഇതിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് ഇത് വാച്ചിൻ്റെ ബാക്കിൽ ഫിറ്റ് ചെയ്യുക. അപ്പോൾ ചാർജ് ആവുന്നതാണ്. എന്നിട്ട് ഇത് നിങ്ങളുടെ മൊബൈൽ ചാർജർ ആയാലും ഏതെങ്കിലും ചാർജറിലേക്ക് കണക്ട് ചെയ്ത് ചാർജ് ആക്കാവുന്നതാണ്. സെൻസേഴ്സ്. ഇനി നമുക്ക് വാച്ച് ഒന്ന് ഓണാക്കി നോക്കാം. വാച്ചിൽ എന്തൊക്കെ സെറ്റിങ്സൊക്കെ നോക്കിക്കളയാം. വെതറൊക്കെ കാണിക്കുന്നതാണ്. പിന്നെ മ്യൂസിക് പ്ലേ ചെയ്യുക. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. അത് എന്തൊക്കെയാണെന്ന് പറയാം. പിന്നെ മെസ്സേജസ്, നിങ്ങളുടെ ഫോണിൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന മെസ്സേജസ് നിങ്ങൾക്ക് ആദ്യം വാച്ചിൽ കാണാവുന്നതാണ്. പിന്നെ അലാറം, അതേപോലെ തന്നെ ഡു നോട്ട് ഡിസ്റ്റർബ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഫോണിൽ അതേപോലെ തന്നെ ഇതിലും അവൈലബിൾ ആണ്. ഓക്കെ, എബൌട്ട് ഫോൺ നോക്കാം. ഇത് എബൌട്ട് ഫോണിൽ ഡിവൈസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. വേർഷൻ നമ്പർ എല്ലാതും ഉണ്ട്. ഇനി നമുക്ക് ഇനി ഈ വാച്ചിൽ അവൈലബിൾ ആയ ഓപ്ഷൻസ് എന്തൊക്കെ നോക്കാം. വർക്കൗട്ട് റെക്കോർഡ് ചെയ്യാം. പലതരം വർക്കൗട്ടുകളുണ്ട് ഇതിൽ. റണ്ണിങ് കോഴ്സിൽ 13 തരം ഉണ്ട്. പിന്നെ ഔട്ട്ഡോർ റണ്ണിങ് ഉണ്ട്, ഇൻഡോർ റണ്ണിങ് ഉണ്ട്. ഇതൊക്കെ ടൈമറിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഔട്ട്ഡോർ വാക്കുണ്ട്, ഇൻഡോർ വാക്കുണ്ട്. ഔട്ട്ഡോർ സൈക്ലിംഗ് ഉണ്ട്, ഇൻഡോർ സൈക്ലിംഗ് ഉണ്ട്. പിന്നെ സ്വിമ്മിങ് ഉണ്ട്, പൂൾ സ്വിമ്മിങ് ഉണ്ട്, ഓപ്പൺ വാട്ടർ സ്വിമ്മിങ് ഉണ്ട്. പിന്നെ മല കയറുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഇതൊക്കെ ഈ വാച്ച് റെക്കോർഡ് ചെയ്യുന്നതാണ്. പിന്നെ ആ സമയത്ത് നമ്മുടെ എത്ര കലോറി കത്തി ബേൺ ചെയ്തു എന്നൊക്കെ അറിയാം. പിന്നെ നമുക്ക് എക്സ്ട്രാ വല്ല വർക്കൗട്ട് ആഡ് ചെയ്യണമെങ്കിൽ അതും ആഡ് ചെയ്യുക. അതായത് നമുക്ക് ഹുവായുടെ ഒരു ആപ്പ് ഉണ്ട്, ഹുവായി ഹെൽത്ത് ആപ്പ് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആക്കിയിട്ട് നമുക്ക് ഈ വാച്ചിനായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് കുറേ ഓപ്ഷൻസ് ഇനേബിൾ ആക്കാവുന്നതാണ്. പിന്നെ അതേപോലെ ഒരുപാട് തീംസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ തീംസ് ഉണ്ട് ഇതിൽ. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള തീംസ് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ കുറേ തീംസൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഹുവായി ഹെൽത്ത് ആപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കുറേ എക്സ്ട്രാ ഓപ്ഷൻസ് ഇനേബിൾ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സംഭവമാണ്, വാച്ചാണ്. നമ്മളുടെ എല്ലാ ആക്ടിവിറ്റിയും ഈ വാച്ച് റെക്കോർഡ് ചെയ്യുന്നതാണ്. പിന്നെ കോമ്പസ്, ബാരോമീറ്റർ, വെതർ, ബ്രീത്ത് എക്സസൈസ് അതുപോലുള്ള ഓപ്ഷൻസൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതുപോലെ റോവിങ്, പിന്നെ പൂൾ സ്വിം, ഓപ്പൺ വാട്ടർ, ഇൻഡോർ സൈക്കിൾ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ അവൈലബിൾ ആണ്. പിന്നെ സൈഡിൽ 2 സ്വിച്ചുകളാണുള്ളത്. ഒന്നുകൂടെ പവർ ബട്ടണും ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണും. പിന്നെ ബാക്കി കൺട്രോളിംഗ് ഒക്കെ നമ്മുടെ ടച്ച് സ്ക്രീനാണ്, ടച്ച് സ്ക്രീനിൽ തന്നെയാണ്. ഇതാ നമുക്ക് ഇവിടെ വെതർ നോക്കാം. പിന്നെ ഹാർട്ട് ബീറ്റ് അറിയാം. ഇതാ ഹാർട്ട് ബീറ്റ് നോക്കുന്നു. ഓക്കെ, പിന്നെ അപ്പോൾ പാട്ട് വെക്കാം. സ്ട്രെസ്,
അപ്പോൾ ഇത് എല്ലാ ഡീറ്റെയിൽസും നമുക്കിതിൽ അറിയാം. നമ്മുടെ ഹെൽത്തിനെ പറ്റിയ ഒരുവിധം ഡീറ്റെയിൽസ് എല്ലാം ഈ വാച്ചിൽ അറിയാവുന്നതാണ്. Find phone alarm, short time, settings, do not disturb. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ സിസ്റ്റത്തിൽ പോയാൽ നമുക്ക് റീസ്റ്റാർട്ട്, ഡിസ്കണക്ഷൻ, പവർ ഓഫ്, ഈ 3 ഓപ്ഷൻസ് കാണാം. റീസെറ്റും ചെയ്യുക, ഡിസ്കണക്ട് ചെയ്യുക, കണക്റ്റ് ആയ ഡിവൈസിൽ നിന്ന് ഡിസ്കണക്ഷൻ ആക്കുക ഒക്കെ ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്ട്രെങ്ത്ത് ഒക്കെ, പിന്നെ ഇയർബഡ്സ്, ഞാൻ പറഞ്ഞ ഇയർബഡ്സ് കണക്ട് ചെയ്യാം. നമുക്ക് പാട്ട് കേൾക്കാം. ഇതിൽ സ്പീക്കർ ഇല്ല, അപ്പോൾ നമുക്ക് ഇയർബഡ്സ് വാങ്ങിയിട്ട് ഒക്കെ കണക്ട് ചെയ്തിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് പാട്ട് കേൾക്കാവുന്നതാണ്. പിന്നെ ബ്രൈറ്റ്നസ്സൊക്കെ സെറ്റാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് അമർത്തുക. താങ്ക് യു.